നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കുറച്ച് കുർത്തി മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ കുറച്ച് കോട്ടണിലുള്ള കലംകാരി മെറ്റീരിയലുണ്ട്, അതേപോലെ ഇക്കത്ത് മെറ്റീരിയൽസും ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് മെറ്റീരിയൽ ഇതാണ്. ഇത് പ്യുവർ കോട്ടണിലുള്ള ഒരു കലംകാരി മെറ്റീരിയലാണ്. ഒരു 48-49 ഇഞ്ചസ് ഉള്ള ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലുണ്ടിത്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 46 ഇഞ്ചാണ്. മെറ്റീരിയൽ പ്യുവർ കോട്ടൺ ആണ്. ഇടാൻ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലാണ്. ലൈനിങ് അത്യാവശ്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. നല്ല ലെങ്തിൽ ഉള്ള കുർത്തി സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലുണ്ട്. വിഡ്ത്തും നല്ല 46 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത്. അപ്പോൾ എത്ര വണ്ണമുള്ള ആളുകൾക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള മെറ്റീരിയലുണ്ടിത്. അടുത്തതും അതേപോലെ തന്നെ കലംകാരി തന്നെയാണ്. ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. സെയിം 46 ഇഞ്ചാണ് ഇതിൻ്റെയും വിഡ്ത്ത് വരുന്നത്. ലെങ്ത് ഒരു 49-50 വരേക്കും ലെങ്തുള്ള കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള മെറ്റീരിയലുണ്ടിത്. അടുത്ത മെറ്റീരിയലും കലംകാരി തന്നെയാണ്. സെയിം കളർ വന്നിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ്. 46 ഇഞ്ച് വിഡ്ത്ത്. അടുത്തതും കലംകാരി ഡിസൈൻ തന്നെ. ഇതെല്ലാം ഒറിജിനൽ കോട്ടണിലുള്ളതാണ്, പ്യുവർ കോട്ടൺ ആണ്. അതുപോലെ നാച്ചുറൽ ഡൈ ചെയ്തിട്ടുള്ള ഒറിജിനൽ കലംകാരി മെറ്റീരിയലാണിത്. 46 ഇഞ്ചാണ് ഇതിൻ്റെയും വിഡ്ത്ത്. ഇതും ഒരു 49-50 ഇഞ്ച് ലെങ്തുള്ള കുർത്തി സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലുണ്ട്. അടുത്തതൊരു ഇക്കത്ത് മെറ്റീരിയലാണ്. ഇത് പ്യുവർ ഇക്കത്താണ്, വീവ് ചെയ്തിട്ടുള്ള ഇക്കത്താണ്, അല്ലാതെ ഇക്കത്തിൻ്റെ ഡിസൈൻ അല്ല. വീവിങ്ങിലുള്ള മെറ്റീരിയലിൽ തന്നെ വീവ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. പ്യുവർ ഇക്കത്താണ്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 44-45. ചില മെറ്റീരിയലിന് 45 ഇഞ്ച് വിഡ്ത്ത് ഉണ്ടായിരിക്കും, ചിലതിന് മിനിമം 44 ഇഞ്ച് വിഡ്ത്താണ് ഈ മെറ്റീരിയലിനുള്ളത്. ഇതും ഒരു 48 ഇഞ്ച് ലെങ്ത് വരെയുള്ള കുർത്തി സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഇതേ കളറാണ്. ഫോട്ടോയിൽ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ഗ്രീനിഷ് ഷെയ്ഡാണ്. ക്യാമറയിൽ ഒരു ബ്ലൂ പോലെയാണ് കാണുന്നത്. അടുത്തതൊരു ബ്രൗൺ കളറാണ്. ഇതും സെയിം വീവ് ചെയ്തിട്ടുള്ള ഇക്കത്ത് ഡിസൈനാണിത്. ഇക്കത്തിൽ പ്രിൻ്റ് അല്ല, വീവിങ് ആണ്. ഈ കളർ വരുന്നത് വീവിങ് ആണ്. ഇതും 44 ഇഞ്ച്, 44-45 ഇഞ്ച്. ചില മെറ്റീരിയലിന് 44ഉം ചിലതിന് 45ഉം ആണ് വിഡ്ത്ത് വരുന്നത്. അതേപോലെ തന്നെ 48 ഇഞ്ച് ലെങ്ത് വരെയുള്ള ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലാണിത്. അടുത്ത കളറ് ഒരു നല്ല ഡാർക്ക് ഗ്രീനാണ്. സെയിം മെഷർമെൻ്റ് എല്ലാം മുമ്പ് പറഞ്ഞ അതേ മെഷർമെൻ്റാണ്. ഡിസൈനിലും കളറിലും മാത്രമേ ഉള്ളൂ ചെറിയ വ്യത്യാസമുള്ളത്. അടുത്ത കളറ് നല്ലൊരു നേവി ബ്ലൂ കളറാണ്. ബ്ലാക്ക് പോലെ തോന്നുന്നു, ബ്ലാക്ക് അല്ല, നല്ല നേവി ബ്ലൂ ആണ്. അടുത്തതും ഒരു വൈൻ കളറായിട്ട് വരും. ക്യാമറയിലുള്ളതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഷെയ്ഡാണ്, ഒരു വൈൻ ഷെയ്ഡാണിത്. അടുത്തത് ബ്ലാക്കാണ്, നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണിത്. ഇതാണ് ലാസ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡ്. യെല്ലോയിൽ വൈറ്റ്, ഒരു ഓഫ് വൈറ്റ് ആണ്. ഫോട്ടോയിൽ കുറച്ചുകൂടെ വൈറ്റായിട്ടാണ് തോന്നുന്നത്. അത്രയും വൈറ്റായിട്ടല്ല വരുന്നത്, ഒരു ക്രീം കളർ പോലെയാണ് ഇവിടെ എല്ലാം യെല്ലോ കളർ. ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് ഒരു പീസിന് 400 റുപ്പീസാണ്. അതായത് ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലിന് 400 റുപ്പീസാണ്. കലംകാരിക്കും ഇക്കത്തിനും സെയിം പ്രൈസ് തന്നെയാണ്. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ്. ഒരു പീസായിട്ട് എടുക്കുകയാണെങ്കിൽ മിനിമം 40 റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് വരും. 2-3 പീസായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതായത് വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നത്. മിനിമം 500 ഗ്രാം വരേക്കും 40 റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജായിട്ട് ഈടാക്കുന്നത്. 1 kg വരെയാണെങ്കിൽ 60 റുപ്പീസേ ഉള്ളൂ. അതേപോലെ 1.5 kg വരെയാണെങ്കിൽ 80 റുപ്പീസ്. ഏകദേശം 3 പീസ് ഉണ്ടെങ്കിൽ ഒരു 1.5 kgക്കുള്ളിൽ 80 റുപ്പീസിന് ഷിപ്പിംഗ് ചാർജ് വരും. അപ്പോൾ ഒരു പീസിൻ്റെ റേറ്റാണ് പറഞ്ഞത് 400. ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലിൻ്റെ റേറ്റാണ് 400 റുപ്പീസ്. അപ്പോൾ ഈ മെറ്റീരിയലിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത്
വാട്സപ്പ് നമ്പറിലേക്ക്, സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം, അതിലേക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.